ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് സൽകീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയെയും കാൾ വിലയേറിയതാണ്. ധനികനും ദരിദ്രനും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരുവരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി മുന്നോട്ടു പോയി ദുരന്തം വരുത്തിവെക്കുന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. ദുഷ്ടരുടെ മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. മക്കളെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അത് വ്യതിചലിക്കുകയില്ല. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും. എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവെക്കുന്നു. പരിഹാസകനെ ആട്ടി ഓടിക്കുക. കലഹം വിട്ടുപോകും. വഴക്കും ശകാരവും അകന്നു പോകുകയും ചെയ്യും. അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദരിദ്രരെ ചൂഷണം ചെയ്യുകയോ വേദനിപ്പിക്കുകയോ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ ചെന്ന് പതിക്കുകയുള്ളൂ. ആമീൻ.